പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ വൻ തീപിടുത്തം. തീ പടർന്ന സ്ത്രീകളുടെ വാർഡിനോട് ചേർന്നുള്ള മുറിയിൽ. ഷോർട്ട് സർക്യൂട്ട് എന്ന പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി പ്രസാദ് കാളിദാസൻ ചേരുന്നുണ്ട്. പ്രസാദ് കാളിദാസൻ, എങ്ങനെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്? ഇപ്പോഴെങ്ങനെയാണ് അവിടുത്തെ സാഹചര്യം? ഹരിത, രാവിലെ 3 മണിയോടെയാണ്, ഇന്ന് പുലർച്ചെ 3 മണിയോടെയാണ് പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഇത്തരത്തിൽ തീപിടുത്തം ഉണ്ടായത്. അരമണിക്കൂറിനുള്ളിൽ തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു. തീ പെട്ടെന്ന് തന്നെ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായ കാര്യം. നഴ്സുമാരുടെ ചേഞ്ചിങ് റൂമിനടുത്തും അതേപോലെ തന്നെ വനിതാ വാർഡിനും അടുത്തായിട്ടൊക്കെയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത്. മരുന്ന് സംഭരണ സ്റ്റോർ കൂടി അതിൻ്റെ തൊട്ടടുത്തുണ്ടായിരുന്നു. ഇതിൻ്റെ എല്ലാം അടുത്തായിട്ടാണ് ഈ ഒരു തീപിടുത്തം ഉണ്ടായത്. തീപിടുത്തമുണ്ടായ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ അവിടെ വനിതാ വാർഡിലെ അംഗങ്ങളെയെല്ലാം മാറ്റുന്ന സാഹചര്യം കൂടി ഉണ്ടായി. അതുകൊണ്ട് വലിയ രീതിയിൽ പരിക്കുകളും ഒന്നും ആർക്കും അങ്ങനെയില്ല. വനിതാ വാർഡിൽ നിന്ന് 48 രോഗികളെയാണ് മാറ്റിയത്. അതേപോലെ തന്നെ MICUയിലുള്ള 11 പേരെയും പൂർണ്ണമായി മാറ്റി. 3 മണിക്ക് തീപിടുത്തമുണ്ടായി. അരമണിക്കൂറിനുള്ളിൽ തന്നെ അണയ്ക്കാൻ സാധിച്ചു. പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചു എന്നുള്ളിടത്താണ് ഏറെ ആശ്വാസകരമായ കാര്യം. അതുകൊണ്ട് തന്നെ പരിക്കുകളുടെ എണ്ണം വളരെ കുറവാണ്. അല്ലെങ്കിൽ സാരമായ പരിക്കുകളൊന്നും ഇല്ല എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. മാത്രമല്ല, ഇതിന് പറയുന്ന കാരണം അല്ലെങ്കിൽ ഒരു പ്രാഥമിക നിഗമനം എന്നോണം ഷോർട്ട് സർക്യൂട്ട് ആണെന്നാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്നിരുന്നാലും ഇനിയിപ്പോൾ ഇത്തരത്തിൽ തീ പടരാതിരിക്കാനുള്ള അല്ലെങ്കിൽ തീ പിടിക്കാതിരിക്കാനുള്ള സാഹചര്യങ്ങളെല്ലാം നോക്കിക്കണ്ട് ചെയ്യും എന്നുള്ളതാണ് ആശുപത്രി അധികൃതരടക്കം പറഞ്ഞിരുന്നത്. എന്തായാലും വലിയ അപകടമാകേണ്ടിയിരുന്ന ഒരു സംഭവമാണ് പെട്ടെന്ന് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കി അതിനെ ശമിപ്പിക്കാൻ സാധിച്ചത്. ഇപ്പോൾ നിലവിൽ ഈ വാർഡിൽ, വനിതാ വാർഡിൽ ഉണ്ടായിരുന്നവരെ എല്ലാം കൃത്യമായി മാറ്റി പാർപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഹരിത.